20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. മനുഷ്യൻ യന്ത്രങ്ങളുടെ ശക്തിയിൽ മതിപ്പുറ്റി സ്വന്തം കരുത്തിൽ അഹങ്കാരിയായിരുന്ന ഒരു കാലം. അത്തരം ഒരു കാലഘട്ടത്തിൽ മനുഷ്യനിർമ്മിതമായ ഒരു അത്ഭുതം ഉയർന്നുവന്നു. അത് ഒരു കപ്പലായിരുന്നില്ല, മറിച്ച് ഒരു ചലിക്കുന്ന കൊട്ടാരമായിരുന്നു. ഒരു സാമ്രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു. അതിന്റെ പേര് ടൈറ്റാനിക്. മുങ്ങില്ലെന്ന് ലോകം വിശ്വസിച്ച ആ കപ്പലിന്റെ കഥ തുടങ്ങട്ടെ. 1909 ടൈറ്റാനിക്കിന്റെ നിർമ്മാണം ആരംഭിച്ചു. 882 അടി നീളവും 175 അടി ഉയരവുമുള്ള ഈ അതികായൻ 11 നിലകളുള്ള കെട്ടിടത്തിന് തുല്യമായിരുന്നു. അന്ന് മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വലിയ ചലിക്കുന്ന വസ്തുവായിരുന്നു അത്. 1911 മെയ് 31 1,00,000 പേരുടെ സാന്നിധ്യത്തിൽ ടൈറ്റാനിക് വൻ ആഘോഷപൂർവ്വം വെള്ളത്തിലിറങ്ങി. അന്തിമ സജ്ജീകരണങ്ങൾ പൂർത്തിയായപ്പോൾ അത് ആദ്യയാത്രയ്ക്ക് തയ്യാറായി. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടണിൽ നിന്ന് ന്യൂയോർക്ക് ലക്ഷ്യമാക്കി ടൈറ്റാനിക് യാത്ര തിരിച്ചു. ഏകദേശം 2224 യാത്രക്കാരും ജീവനക്കാരും അതിൽ ഉണ്ടായിരുന്നു. ടൈറ്റാനിക്കിലെ 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്തത് ആ കാലത്തെ ഉന്നതരായിരുന്നു. 2-ാം ക്ലാസ്സിൽ അധ്യാപകർ, പുരോഹിതർ, സഞ്ചാരികൾ എന്നിങ്ങനെ ബഹുമാന്യരായ മധ്യവർഗാംഗങ്ങൾ ഉണ്ടായിരുന്നു. താഴെ 3-ാം ക്ലാസ്സിൽ അയർലൻഡ്, സ്കാൻഡിനേവിയ, കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 700-ലധികം കുടിയേറ്റക്കാർ തിങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ തങ്ങളുടെ സ്വത്തും സ്വപ്നങ്ങളുമായി ഒരു പുതിയ ജീവിതത്തിലേക്ക് യാത്രയായിരുന്നു.